നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ടൈപ്സിനെ കുറിച്ചാണ്. പലതരത്തിലുള്ള പ്രോംപ്റ്റുകളുണ്ട്. സീറോ ഷോട്ട്, ഫ്യൂ ഷോട്ട്, ചെയിൻ ഓഫ് തോട്ട്, സിസ്റ്റം, മെറ്റ, ഇങ്ങനെ പറഞ്ഞിട്ട് പല മെത്തേഡുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്രോംപ്റ്റ് ടൈപ്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് സീറോ ഷോട്ട് എന്ന് പറയുന്ന പ്രോംപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് സീറോ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്? ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മറൈസ് ദിസ് ആർട്ടിക്കിൾ ഇൻ 5 ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം ഡയറക്റ്റായിട്ട് പറയുന്നു. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സമ്മറൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്നതിനോ, പെട്ടെന്നൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതിനോ, ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് ആണ്. ഇതെന്താണ് എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഈ ഒരു പ്രോംപ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് ആ ഒരു എക്സാമ്പിൾ അനുസരിച്ച് അടുത്ത ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ പ്രോംപ്റ്റിൽ ഇവിടെ 2 സെൻറ്റൻസുകൾ കാണിച്ചിട്ടുണ്ട്. ഈ 2 സെൻറ്റൻസുകൾ പോലെ പുതിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പുതിയൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള സെൻറ്റൻസ് പോലെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾ വന്നേക്കാം. നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ കുറേ എക്സാമ്പിൾസ് കൊടുത്ത് ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ നമ്മൾ വീണ്ടും ഒരു ഐഡിയ പറയുമ്പോൾ പുതിയ പോസ്റ്റിനനുസരിച്ചുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇതിനെ പൊതുവെ ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് ഉള്ള സ്റ്റൈലുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്യൂ ഷോട്ട് പ്രോംപ്റ്റിങ്ങിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാനിവിടെ വരുന്നു, ചാറ്റിൽ വരുന്നു. ഇവിടെ 2 എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റർ അടിക്കുന്നു. ഇതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു മോഡൽ കൊടുത്തിട്ട് അതേ മോഡലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്റ്റൈൽ പ്രോംപ്റ്റിങ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊരു ബേസിക് സ്റ്റൈലാണ്, ബേസിക് പ്രോംപ്റ്റാണ്. ഇതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ ഓഫ് തോട്ടാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. നമ്മളൊരു ടാസ്കിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാനേജ് ചെയ്യാൻ പറയുന്നതിനെയാണ് ഈ ഒരു പ്രോംപ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രഷറൊക്കെ എങ്ങനെയാണ് ഒരു UI UX പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് പറയുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും പ്രത്യേകമായിരിക്കും പറയുക. നമ്മളൊരു ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി ആഡ് ചെയ്ത് നമ്മളതിനെ കുറച്ചുകൂടി അനലൈസ് ചെയ്യാൻ പാകത്തിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് സിസ്റ്റം അല്ലെങ്കിൽ മെറ്റ പ്രോംപ്റ്റിംഗ് ആണ്. AI എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു റൂള് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഒരു മെറ്റ ടാഗ് അല്ലെങ്കിൽ ഒരു കീവേഡ് കൊടുക്കുന്നത് പോലെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ടോണ് അല്ലെങ്കിൽ ലിമിറ്റ്, ബിഹേവിയർ, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോംപ്റ്റിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഓൾവേസ് റിപ്ലൈ ഇൻ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഔട്ട്പുട്ടിൽ ഇതേപോലെ ഒരു പ്രോംപ്റ്റ് കൂടി ഉണ്ടെങ്കിൽ ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെ നമ്മളതിനെ മീൻ ചെയ്തെടുക്കുക. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ഇപ്പം എക്സ്പ്ലെയിൻ എവരി കൺസെപ്റ്റ് വിത്ത് 1 എക്സാമ്പിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു കൺസെപ്റ്റ് തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സാമ്പിൾ കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും തരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കീവേഡുകൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം അല്ലെങ്കിൽ മെറ്റ പ്രോംപ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. സീറോ ഷോട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി വിത്തൗട്ട് ഗിവിങ് എക്സാമ്പിൾസ്. ഇത് ക്വിക്കായിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഫ്യൂ ഷോട്ട് എന്ന് പറയുന്നത് ഷോ എ പാറ്റേൺസ് യൂസിങ് എക്സാമ്പിൾ ഫസ്റ്റ്. അതായത് നമ്മളൊരു 2 എക്സാമ്പിൾ കൊടുത്തിട്ട് അതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സ്റ്റൈലുകൾ, ഫോർമാറ്റുകളൊക്കെ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ചെയിൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് AI നമുക്ക് ഒരു
അനലൈസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടാസ്കും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആസ്ക് എ ടു ബ്രേക്ക് ദ ടാസ്ക് ഇൻ ടു സ്റ്റെപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ക്ലിയർലി. റീസണിങ്, പ്ലാനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ പഠിച്ച സിസ്റ്റം, മെറ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇത് ശരിക്കും എന്താണ്, നമുക്കൊരു കീവേഡ് ആഡ് ചെയ്യുന്നത് പോലെയാണ്, നമുക്കൊരു ടോൺ ആഡ് ചെയ്ത് അതനുസരിച്ച് ഔട്ട്പുട്ട് തരാൻ പറയുന്നത് പോലെയാണ്. അപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാം.